പറയുന്നത്. പിന്നെ സാർ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാ വരിക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കുറെ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആദർ സാർ പറയുമായിരുന്നു പ്രാക്ടിക്കൽ പ്രോബ്ലംസും മനസ്സിൽ കണ്ട് ചെയ്യാൻ പറ്റണം. അപ്പം തലേ ദിവസം കുറെ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ തലയിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായാൽ പിന്നെ അങ്ങോട്ട് നോക്കില്ല. പിന്നെ കോംപ്രിഹെൻസീവ് മാത്രം ചെയ്തു പഠിച്ചു. എപ്പോഴെങ്കിലും ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ, ഒരു ഗ്രൂപ്പിലോട്ട് മാറണോ എന്നുള്ള ചിന്തകളൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇടയ്ക്ക് എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും വരുന്നതാണ്. ഇല്ല ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വരും ഇങ്ങനെ തോന്നല് വരും എന്ന് ഫാക്കൽറ്റീസ് അന്നേ പറയുമായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഇനി വന്നാൽ തന്നെ ചെയ്യരുത്, ബൂത്ത് ഗ്രൂപ്പ് തന്നെ എഴുതണം എന്ന് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ബോത്ത് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ പതുക്കെ എക്സംഷൻ മാത്രം ആയിട്ടൊക്കെ ഒതുങ്ങാനുള്ള നമ്മുടെ ഒരു എഫേർട്ട് ചിലപ്പോൾ കുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ മെയ് 25 എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലും നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് പോകരുത് എന്നുള്ളതാണ്. പരമാവധി നമ്മളെ തന്നെ പുഷ് ചെയ്യുക. ഇതെങ്ങനെ ഒരു കോഴ്സാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബോത്ത് എഴുതുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ ഇതില് ഈ മാർക്സുകളൊന്നും ഈ തലേ ദിവസത്തെ ഒരു ഇതുകൊണ്ട് എഫേർട്ട് കൊണ്ട് മാത്രം വരുന്ന മാർക്കുകളല്ല. കോസ്റ്റിംഗ് 89, FM ആൻഡ് SM 73, അക്കൗണ്ട് 71, ടാക്സേഷൻ 66. അപ്പൊ നിങ്ങൾക്കൊരു പ്രോബ്ലം പേപ്പറിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ എഴുതിയെടുക്കാൻ ചിലപ്പോൾ തിയറി പേപ്പേഴ്സ് എളുപ്പമായിരിക്കും ചില കുട്ടികൾക്ക്.